സർക്കാർ VC പോരിൽ നിലപാട് കടുപ്പിച്ച് കേരള VC. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ യോഗത്തിൽ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ച PM ഉഷ പദ്ധതിയുടെ യോഗം പകുതി വഴിക്ക് നിർത്തിപ്പോയി. രജിസ്ട്രാർ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന VC പറഞ്ഞുവെങ്കിലും ഡോക്ടർ അനിൽകുമാർ തുടർന്നതോടെയാണ് നടപടി. 100 കോടി രൂപ സർവകലാശാലയ്ക്ക് ലഭിക്കേണ്ട പദ്ധതിയെക്കുറിച്ചായിരുന്നു യോഗം. ചാൻസലറുടെ തീരുമാനം സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണെന്ന് KTU താൽക്കാലിക VC ശിവപ്രസാദ്. VC എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ നന്നായി നടത്തും. ബഡ്ജറ്റ് ചർച്ച ചെയ്യുന്നതിനായി ഉടൻ സിൻഡിക്കേറ്റ് വിളിക്കും. സമരത്തെ ഭയക്കുന്നില്ല എന്നും അത് അവരുടെ അവകാശമാണ് എന്നും ശിവപ്രസാദ് പറഞ്ഞു. വലിയ വിദ്യാഭ്യാസ മുന്നേറ്റം നടത്തിയ സംസ്ഥാനമാണ്. സ്ഥിര VCമാരുണ്ടായില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് എങ്ങനെയെങ്കിലും അതിന് നിയമ തടസ്സങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ചില കേസുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥിര VC നിയമനം ഉണ്ടാകണം. പ്രതിഷേധം കണ്ടിരുന്നില്ല. കാരണം സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ടല്ലേ വരുന്നത്. അല്ലാതെ നിയമനം പെട്ടെന്ന് വരുന്നതല്ലല്ലോ. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ടുള്ള നിയമനമായതുകൊണ്ട് അതിനെ പ്രതിഷേധിക്കാൻ അതിൻ്റെ മാർഗം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രതിഷേധം ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസത്തിലാണ് വന്നത്. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിന്, കടുത്ത നടപടികളിലേക്ക് കേരള VC പോകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരം? അജി, എന്തായാലും കേരള സർവകലാശാലയിലെ നാടകീയവും അസാധാരണവുമായ നീക്കങ്ങൾ, നടപടികൾ ഒക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 2 മാസക്കാലത്തോളമായി ഇത്തരത്തിലുള്ള നാടകീയ നീക്കങ്ങളും അസാധാരണ ഇടപെടലുകളും ഒക്കെ വൈസ് ചാൻസലറുടെയും ഒപ്പം തന്നെ സിൻഡിക്കേറ്റിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തുടർച്ചയാണ് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. രജിസ്ട്രാർ KS അനിൽകുമാറിനെ പൂർണ്ണമായും സർവകലാശാലയിലേക്ക് കയറ്റില്ല എന്നുള്ള ഒരു ഉത്തരവായിരുന്നു, എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു VC നൽകിയിരുന്നത്. പക്ഷേ രജിസ്ട്രാർ ഇന്ന് സർവകലാശാലയിൽ എത്തി. രാവിലെയല്ല എത്തിയത്, ഉച്ചയ്ക്കാണ്. പിന്നീട് അദ്ദേഹം മറ്റൊരു യോഗത്തിനായി പുറത്തേക്കിറങ്ങി. ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്ന വിവരമനുസരിച്ച് PM ഉഷ എന്ന പദ്ധതി, അത് സർവകലാശാലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ കേന്ദ്ര ഫണ്ടായി ലഭിക്കേണ്ട തുകയുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു ഓൺലൈൻ യോഗം വൈസ് ചാൻസലർ ചേർത്തിരുന്നു. ഇതിൽ രജിസ്ട്രാർ KS അനിൽകുമാറും പങ്കെടുത്തു. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ ഉണ്ടായിരുന്നു. VCയും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ വലിയ വാക്കേറ്റവും ഈ യോഗത്തിൽ നടക്കുകയും ചെയ്തു. അതിനിടയിലാണ് രജിസ്ട്രാർ പുറത്തു പോകണം എന്നുള്ള ആവശ്യം VC ഉന്നയിച്ചത്. അത് അംഗീകരിക്കില്ല എന്ന് രജിസ്ട്രാർ നിലപാടെടുത്തതോടെയാണ് യോഗം പിരിച്ചുവിട്ടതായി അറിയിച്ച് വൈസ് ചാൻസലർ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഓൺലൈനായാണ് യോഗം ചേർന്നത്. എന്തായാലും ഈ ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ വിവാദവും നാടകീയ നീക്കങ്ങളും ഒപ്പം തന്നെ വലിയ ഭരണപ്രതിസന്ധിയും ഒക്കെ സർവകലാശാലയിൽ തുടങ്ങിയത്. അതിപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. സിൻഡിക്കേറ്റ് ഇക്കാര്യത്തിൽ കടുത്ത നടപടിയിലേക്കും നിലപാടിലേക്കും ഒക്കെ വീണ്ടും എത്തുകയാണ്. ഇന്ന് മിനി കാപ്പൻ, അതായത് VC ഇൻചാർജ് നൽകിയ മിനി കാപ്പന് നേരിട്ട് ഫയലുകൾ കൈമാറാനായിരുന്നു ജീവനക്കാർക്ക് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയത്. എന്നാൽ അത് പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ എല്ലാ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിരുന്നു. മറ്റൊരു ഹെൽത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ടൊരു യോഗത്തിൽ, ആ യോഗം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചേർന്ന് നടത്തുന്നതിനിടെ ചില ജീവനക്കാർ, കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെ അനുകൂല ജീവനക്കാർ ആ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ റൂമിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ വലിയ തരത്തിലുള്ള നാടകീയമായ നീക്കവും പ്രതിഷേധവും ഒപ്പം തന്നെ വാക്കേറ്റവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരം നടപടികൾ ഒക്കെ നടക്കുമ്പോഴും ഗവർണർ ഇപ്പോഴും മിണ്ടാട്ടമില്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ VCയെ ഗവർണർ വിളിച്ചു വരുത്തിയിരുന്നു. എന്തെങ്കിലും ഒരു തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് ആ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ, പക്ഷേ ഒരു തീരുമാനവും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും സർവകലാശാലയിൽ നാടകീയമായ രംഗങ്ങൾ നടക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുമ്പോഴും പക്ഷേ ഏത് വിധത്തിൽ ഇതിലൊരു സമവായം ഉണ്ടാകും എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ കാര്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുക എന്നുള്ള ആവശ്യമാണ് നിലവിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കണം എന്നുള്ള പിടിവാശിയിൽ VCയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് യോഗം എന്തായാലും അടുത്ത 2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ വിളിച്ചു ചേർക്കേണ്ടതുള്ളൂ എന്നുള്ള നിലപാടിലാണ് നിലവിൽ VC ഉള്ളത്. അതിന് ഇടെയാണ് രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ആ രജിസ്ട്രാർ ഹൈക്കോടതി സമീപിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കിയത് സർവകലാശാലയോടും ഒപ്പം തന്നെ VCയോടും ഇക്കാര്യത്തിൽ
എന്താണ് അറിയിക്കാനുള്ളത് എന്ന കാര്യം സത്യവാങ്മൂലമായി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് സിൻഡിക്കേറ്റിനായി അവരുടെ നിലപാട് വ്യക്തമാക്കും. ഒപ്പം തന്നെ VC ഇക്കാര്യത്തിൽ VC സ്വന്തമായി അഡ്വക്കേറ്റിനെ വെച്ചായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുക. ഇങ്ങനെ പല തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള സങ്കുചിതത്വം നിലനിൽക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഈ കേരള സർവകലാശാലയിലെ ഓരോ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നാടകീയമായ രംഗങ്ങൾ ഓരോ മണിക്കൂറുകളിലും അരങ്ങേറുകയും ചെയ്യുന്നത്. ശരി, വിജിനാണ് വിവരങ്ങൾ നൽകിയത്.